അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മ സ്വീകരിക്കട്ടെ. നിഷ്പാപത്വം ബലം വിദ്ധി തീർത്ഥസ്യ മുനിസത്തമാ. കൃഷേ ഫലം യഥാ ലോകേ നിഷ്പന്നാന്നസ്യ ഭക്ഷണം. പാപദേഹ വികാരായേ കാമക്രോധാദയ പരേ. ലോഭോ മോഹസ്തഥാ തൃഷ്ണാ ദ്വേഷാരാഗസ്തഥാ മദാ. അസൂയേർഷ്യാ ക്ഷമാ ശാന്തി പാപാന്യേതാനി നാരദ. ന നിർഗതാനി ദേഹാത്തു താവൽ പാപയുതോ നരാ. കൃതേ തീർത്ഥേ യദൈതാനി ദേഹാന്ന നിർഗതാനി ചേൽ. നിഷ്ഫല ശ്രമ ഏവൈകാ കർഷകസ്യ യഥാ തഥാ. ശ്രമേണാപീഡിതം ക്ഷേത്രം കൃഷ്ടാ ഭൂമി സുദുർഘടാ. ഉപ്തം ബീജം
മഹാർഘം ച ഹിതാ വൃത്തിരുദാഹൃതാ അഹോരാത്രം പരിക്ലിഷ്ടോ രക്ഷണാർത്ഥം ഫലോത്സുകാ കാലേ സുപ്തസ്തു ഹേമന്തേ വനേ വ്യാഘ്രാദിഭിർഭൃശം ഭക്ഷിതം ശൈലഭൈഃ സർവം നിരാശശ്ച കൃതഃ തദ്വൽ തീർത്ഥശ്രമഃ പുത്ര കഷ്ടദോ ന ഫലപ്രദഃ സത്വം സമുത്കടം ജാതം പ്രവൃദ്ധം ശാസ്ത്രദർശനാൽ വൈരാഗ്യം തദ്ഫലം ജാതം താമസാർത്ഥേഷു നാരദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവീ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ ഇന്ന് 22-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള 8 ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷയാണ് ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇന്ന് ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 200-ാമത്തെ ദിവസം കൂടിയാണ് എന്നുള്ള സന്തോഷം കൂടി ഇത്തരുണത്തിൽ പങ്കുവയ്ക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം ദേവി ശരണം. തീർത്ഥത്തിൻ്റെ ശക്തി പാപം ഇല്ലാതാക്കലാണു തീർച്ച. കൃഷിയുടെ ശക്തി അന്നം ഭക്ഷിക്കുകയും. ദേഹത്തിലെ പാപവികാരങ്ങളത്രേ കാമം, ക്രോധം, ലോഭം, മോഹം, തൃഷ്ണ, ദ്വേഷം, ആസക്തി, മദം, അസൂയ, ഈർഷ്യ, അശാന്തി, അക്ഷമയും പാപം തന്നെ. ഇവ പോകാത്തവനെന്നും പാപി തന്നെയാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം ദേവി ശരണം. തീർത്ഥസ്നാനം കൊണ്ടിവകൾ നശിക്കുന്നില്ല എങ്കിലോ വിളവു ലഭിക്കാത്തവൻ തൻ്റെ ഗതി താൻ. കുന്നും കുഴിയുമായി കിടന്നിരുന്ന സ്ഥലത്തോരാൾ കഷ്ടപ്പെട്ടു വിത്തു വിതച്ചതു പോലവേ
പരിചര്യ ചെയ്തു. രാവും പകലും പ്രതീക്ഷയോടെ കാത്തിരുന്നു ഹേമന്തത്തിൽ ഒരു രാത്രിയിൽ. ഹേമന്തത്തിൻ കാലമതിൽ അറിയാതെ ഉറങ്ങിപ്പോയി. കാട്ടുമൃഗം വീള തിന്നു എത്രയും കഷ്ടം. ബാക്കി ശലഭങ്ങൾ തിന്നു. നിരാശനായി കർഷകനും ഇതുപോലെ തീർത്ഥാടനം വ്യർത്ഥമാണല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം ഭദ്രേ ശരണം. സത്വഗുണം തീവ്രമായാൽ ശാസ്ത്രജ്ഞാനം തെളിഞ്ഞിടും. അതിനാൽ തമോ ഗുണത്തിൽ വിരക്തി വരും. സത്വഗുണം തീവ്രമായാൽ ശാസ്ത്രജ്ഞാനം തെളിഞ്ഞിടും. അതിനാൽ തമോ ഗുണത്തിൽ വിരക്തി വരും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. വീഴുന്നു ഞാനാംബികേ, വീഴുന്നു ഞാൻ അംബികേ. അമ്മയെ അറിയാൻ എന്ന ഈ ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 200-ാമത്തെ ദിവസം. 200 ദിവസങ്ങളിലായി നിർവിഘ്നം അനസ്യൂതം അമ്മയുടെ കാരുണ്യം കൊണ്ട് അമ്പാടിക്കണ്ണനായ അക്ഷരമൂർത്തിയായ അനിലപുരേശ്വരൻ്റെ കൃപാവാത്സല്യങ്ങളെ കൊണ്ട് നമുക്ക് സാധിച്ചു. ചില ദിവസങ്ങളിൽ ഒരുപക്ഷെ കുറേ വൈകിയാണ് ഇത് ഭക്തജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നതെങ്കിലും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ, ഇടയ്ക്ക് സാങ്കേതികമായും അശ്രദ്ധ കൊണ്ടുമുണ്ടാകുന്ന തെറ്റുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഭംഗിയായി ആ അമ്മ നമ്മുടെ ഒപ്പം നടന്ന് നമ്മളെ നേർവഴിക്ക് എത്തിച്ചു. ഇന്ന് 200-ാമത്തെ ദിവസം, 3-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ
22-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടിയത്. ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുന്നത്. പറയുകയാണ്, അനുഭൂതിയില്ലാത്ത, ഫലസിദ്ധിയിലെത്താതെ ഒന്നും അറിയാൻ സാധിക്കില്ല നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീർത്ഥ സ്നാനത്തെക്കുറിച്ചും ദാനധർമാദികളെക്കുറിച്ചൊക്കെ ഒരു ഉദാഹരണം അവിടെ പറഞ്ഞു. അപ്പോൾ തീർത്ഥാടനം കൊണ്ട് അതിൻ്റെ ഫലമായിരിക്കുന്ന രാഗദ്വേഷങ്ങളിൽ നിന്നുള്ള മുക്തിയും കാമക്രോധാദികളിൽ നിന്നുള്ള മോചനവും ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ ആ തീർത്ഥാടനം വെറും ഒരു കുളിയായി മാറുന്നു, ദാനം വെറും ഒരു ക്രിയയായി തീരുന്നു. മറിച്ച് അത് തീർത്ഥസ്നാനമായി തീരണമെങ്കിൽ ആ അനുഭൂതി ഉണ്ടാവണം. നിഷ്പാപത്വം ബലം വിദ്ധി തീർത്ഥസ്യ മുനിസത്തമ കൃഷേ ഫലം യഥാലോകേ പറയണു നിഷ്പന്ന അന്നസ്യ ഭക്ഷണം. ഹേ മുനിസത്തമ, മുനിശ്രേഷ്ഠ, തീർത്ഥത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പാപത്തെ ഇല്ലാതെയാക്കലാണ്. ഇപ്പം തീർത്ഥാടനം കൊണ്ടുണ്ടാകുന്നത് പാപനാശനം ആണ്, കാമക്രോധാദികൾ നശിക്കുകയൊക്കെയാണ്. അപ്പം ലോകത്തിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം ആ വിളയിച്ച അന്നം ഭക്ഷിക്കുക എന്നുള്ളതാണ്. അതില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. പാപദേഹ വികാരായേ കാമക്രോധാദയപ്പരേ, ശരീരത്തിലുള്ള പാപങ്ങളാണ്, പാപവികാരങ്ങളാണ് കാമവും ക്രോധവും ഒക്കെ. അത്തരം പാപവികാരങ്ങൾ പിന്നെയുണ്ടെന്നാണ്. അതെന്തൊക്കെയാ? ലോഭം, മോഹസ്തഥാ തൃഷ്ണ, ദ്വേഷ, രാഗസ്തഥാ മദ. ലോഭം എത്ര കിട്ടിയിട്ടും പോരാ എന്ന് തോന്നല്, മോഹം, തൃഷ്ണ, ദ്വേഷം, ആസക്തി, മദം, അസൂയ, ഈർഷ്യ, അക്ഷമ, അശാന്തി. അസൂയേർഷ്യ, അക്ഷമാശാന്തി പാപാന്യേതാനി നാരദ. ഇതൊക്കെ പാപങ്ങളാണെന്നാണ്. ഇതൊക്കെ ഇല്ലാതെയാവണം. നിർഗതാനി ദേഹാത്തു താവൽ പാപയുതോ നര. ശരീരത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന് ഇത് പോകാതിരിക്കുന്നിടത്തോളം കാലം, അത് നശിക്കാതിരിക്കുന്നിടത്തോളം കാലം അവൻ തീർച്ചയായും പാപിയായ മനുഷ്യനാണ്. അവൻ പുണ്യതീർത്ഥസ്നാനം നടത്തിയത് കൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്നാണ്. അവിടെ പാപം നശിക്കണില്ല, പാപം അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. കൃതേ തീർത്ഥേ യഥൈതാനി ദേഹാന്ന നിർഗതാനി ചേൽ നിഷ്ഫല ശ്രമ ഏവൈക കർഷകസ്യ യഥാ തഥ. തീർത്ഥസ്നാനം കൊണ്ട് ഇതൊക്കെ ഇല്ലാതെയാകുന്നില്ലെങ്കിൽ കാമം, ക്രോധം, ലോഭം, മോഹം, തൃഷ്ണ, ദ്വേഷം, ആസക്തി, മദം, അസൂയ, ഈർഷ്യ, അക്ഷമ, അശാന്തി, ഇതൊക്കെ പാപങ്ങളാണ്. ഇതൊക്കെ തന്നിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ ഏതുപോലെയാണ് ഇയാളുടെ അവസ്ഥ? വിളവ് ലഭിക്കാത്ത കർഷകന്റെ പോലെ. അവൻ പണിയൊക്കെ എടുക്കുന്നുണ്ട്, ശ്രമം എടുക്കുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഫലം കിട്ടുന്നില്ല. അപ്പം ശ്രമം മാത്രമേ ഉള്ളൂ, ഫലമില്ല എന്നുള്ള അവസ്ഥ വരും. ശ്രമേണാപീഡിതം ക്ഷേത്രം കൃഷ്ടാഭൂമി സുദുർഘട ഉപ്തം ബീജം മഹാർഘം ച ഹിതാ വൃത്തിരുദാഹൃത അഹോരാത്രം പരിക്ലിഷ്ടോ രക്ഷണാർത്ഥം ഫലോത്സുക കാലേ സുപ്തസ്തു ഹേമന്തേ വനേ വ്യാഘ്രാദിഭിർഭൃശം ഭക്ഷിതം. ഏതുപോലെ അഹോരാത്രം ശ്രമേണാപീഡിതം ക്ഷേത്രം കൃഷ്ട്വാ ഭൂമി സുദുർഘട, കുന്നും കുഴിയുമായി കിടന്നിരുന്ന ഭൂമി വളരെ കഷ്ടപ്പെട്ട് ശ്രമം എടുത്തും കൊണ്ട് ഉഴുത് നല്ലപോലെ വെടുപ്പാക്കി. ഉപ്തം ബീജം മഹാർഘം ച, വില കൂടിയ വിത്ത് വിതച്ചു. വേണ്ട സമയത്ത് വൃത്തിരുദാഹൃത, വേണ്ടതുപോലെ ഹിതമനുസരിച്ച് ഓരോ പരിചരണങ്ങളും ചെയ്തു. അഹോരാത്രം പരിക്ലിഷ്ടോ, അത് രക്ഷിക്കാൻ രാപ്പകൽ ക്ലേശിച്ചു. രക്ഷണാർത്ഥം ഫലോത്സുക, അവിടെ ഫലപ്രതീക്ഷയിൽ കഴിയാണ്, അതിന് രക്ഷയൊക്കെ ചെയ്തുകൊണ്ട്. കാലേ സുപ്തസ്തു, അപ്പൊ കൊയ്ത്ത് നടത്തേണ്ട ഹേമന്ത കാലത്താണ്. ആ സമയത്ത് കാലത്ത് കൃഷിക്കാരൻ കിടന്നുറങ്ങിപ്പോയി. ഉണർന്നു നോക്കുമ്പോഴോ കാട്ടിലെ കടുവ തുടങ്ങിയ മൃഗങ്ങൾ വന്ന് മുഴുവൻ
ഒരുവിധമൊക്കെ ഭക്ഷിച്ചു. പിന്നെയോ ബാക്കി ശലഭങ്ങളൊക്കെ തിന്നു തീർത്തു. അങ്ങനെ നിരാശനായി തീർന്നു. ഭക്ഷിതം ശൈലഭൈ സർവം നിരാശശ്ച കൃതപുന. ആ കൃഷിക്കാരൻ തദ്വത് തീർത്ഥശ്രമപുത്ര കഷ്ടദോ ന ഫലപ്രദ. അതുകൊണ്ട് മകനോട് പറയുകയാണ്, ഹേ പുത്ര, ആ കൃഷിക്കാരൻ്റേതുപോലെ അതിക്ലേശമായിരിക്കുന്ന ഈ തീർത്ഥാടനം അതൊക്കെ നടത്തി. ആ തീർത്ഥാടനവും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല, ഫലപ്രദം അല്ല എന്ന് മനസ്സിലാക്കൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നില്ലെങ്കിൽ അത് വെറും വ്യായാമം മാത്രമായിട്ട് തീരും, അല്ലേ? ഇപ്പം തീർത്ഥാടനം നടത്തുന്നു, നാമസങ്കീർത്തനം നടത്തുന്നു, പലതും ചെയ്യണു, ക്ഷേത്രദർശനം നടത്തുന്നു, പല പല വഴിപാടുകൾ നടത്തുന്നു. അതൊക്കെ തന്നെ നമ്മിലെ പാപഭാവങ്ങളെ, പാപവാസനകളെ, പാപവികാരങ്ങളെ, വിചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നില്ല എങ്കിൽ അത് ഈ കൃഷിക്കാരൻ്റെ അവസ്ഥ പോലെയാണെന്നാണ്. എല്ലാം ചെയ്തു, പക്ഷേ അതിൽ നിന്ന് വിളവ് കിട്ടിയില്ല എന്ന അവസ്ഥ. സത്വം സമുത്കടം ജാതം പ്രവൃദ്ധം ശാസ്ത്രദർശനാൽ വൈരാഗ്യം തദ്ഫലം ജാതം താമസാർത്ഥേഷു നാരദ. നാരദ, സത്വഗുണം വളരെ അത്യധികം തീവ്രമായി തീർന്ന് ശാസ്ത്രജ്ഞാനം വർദ്ധിച്ച്, ശാസ്ത്രജ്ഞാനം അതിലെ അറിവ് വർദ്ധിച്ചാൽ, അഭിവൃദ്ധിപ്പെട്ടാൽ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്ന പറയണത്? അതിൻ്റെ ഫലമായി തമോ ഗുണകരമായിരിക്കുന്ന വിഷയങ്ങളിൽ, താമസിയായിരിക്കുന്ന വിഷയങ്ങളിൽ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാവും. ഇപ്പം ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? ഈ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും മോചനം നേടുക, സത്വഗുണം പ്രകാശിക്കുക. സത്വഗുണം പ്രീതികരമാണ്, അത് സന്തോഷത്തിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. അതിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ആ 29ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഈ 200ാമത്തെ ഭാഗം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ, ഇരുപാദങ്ങളിലും ഭക്തിയാദരപൂർവം സമർപ്പിക്കണു. ഈ അക്ഷരപുഷ്പാഞ്ജലി അമ്മ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.